Good morning, miss. Good morning, Good miss. morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, miss. Morning, ma'am. Morning. Good morning, ma'am. Good morning, ma'am. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം. ആരാ പ്രയർ ചെയ്യുന്നേ? ഞാനാണ് മാം, തനുജ. കരുണാതൻ കാതലേ കൈതൊഴാം, സ്നേഹരശ്മിയെ ഞങ്ങൾ കൈതൊഴാം, മഹിമാതൻ കോവിലെ കൈതൊഴാം, സ്നേഹമഹിതൻ വെളിച്ചമേ കൈതൊഴാം. ഒരു ചെറുദീപം ഏന്തി ഞാൻ നിന്നരികിലായി അർച്ചനയ്ക്കെത്തവേ, കനിവിൻ കടാക്ഷങ്ങളെ ഗണേ, എൻ്റെ കരളിലമൃതം പൊഴിക്കണേ. അവിവേകശാലികൾ പാപികൾ ഞങ്ങൾ അഹിതങ്ങൾ വല്ലതും ചെയ്യുകിൽ, അഖില പ്രകാണ്ഡ പ്രകാശമേ ഞങ്ങൾ കരുളേണം മാപ്പു നീ ഈശ്വര. താങ്ക് യു മാം. സൈനിങ് ആരാണ്? Hi, ma'am. Good morning, ma'am. Today, ma'am, actually, ma'am, ഞാൻ ഹെൽത്ത് ഓർഗനൈസേഷൻ കേൾക്കുന്നില്ലല്ലോ ആര്യ. കേൾക്കാൻ പറ്റുന്നുണ്ടോ മാം? ഇപ്പൊ കേൾക്കാൻ പറ്റും. Today, class. Hi, ma'am. Morning, ma'am. Actually, ma'am, today, have you nice day? ആര്യ ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആര്യ പറയുന്നേ? ഇല്ല മാം. വിട്ട് വിട്ട് പോവാ. കേൾക്കുന്നേ, ഗ്യാപ്പ് വരുന്നു. ഇപ്പൊ പറഞ്ഞപ്പോ കേൾക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞോ, ഒന്ന് പറഞ്ഞു നോക്കിയേ, കേൾക്കാൻ പറ്റുന്നൊക്കെ നോക്കാം. പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, മുറിഞ്ഞു പോവുക. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് റീജിയൻ ചെയ്തേ. ലെഫ്റ്റ് ആയിട്ട്. മാം തോട്ട് പറയട്ടെ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്. ആര്യ പറഞ്ഞേ. അതാ ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പൊ കേൾക്കാം. ഇല്ല, ആര്യ കേൾക്കുന്നില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അടുത്ത ക്ലാസ്സിലോ? ലാപ്ടോപ്പിലാ കാണുന്ന. ഓ, അതാണോ? ഓ,
അത് സാരില്ല, നമുക്ക് കുഴപ്പമില്ല, എന്നിട്ടേക്കത് വിട്ട് കളയാം. ഗാഥ തോട്ടത്തിട്ടേ പറ്റുള്ളൂ. ഓക്കെ മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ് മാം. ഇന്ന് ലോക മലേറിയ ദിനമായി ആചരിക്കുന്നു. മലേറിയ ഒരു പരാതം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. രോഗബാധിതരായ കൊതുകുകളുടെ കടിയിലൂടെയാണ് ഈ പരാതം മനുഷ്യരിലേക്ക് പകരുന്നത്. മലേറിയ സാധാരണയായി കടുത്ത പനിയും വിറയലും അനുഭവപ്പെടുന്നു. രോഗനിർണയം നടത്തി വേഗത്തിൽ ചികിത്സിച്ചില്ലെങ്കിൽ മലേറിയ ഒരു മാരകമായ രോഗമാകാം. On this malaria measures to keep the mosquitoes and to allow them to breed near. Stay safe and away from mosquitoes. Thank you, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? നെഗറ്റീവ്സ് ആണെന്ന് തോന്നുന്നു അല്ലെ? നെഗറ്റീവ്സ് അല്ലേ പറഞ്ഞ? ഓക്കെ. എക്സാമ്പിൾ നിങ്ങളോട് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഓരോന്നിനും? ആദ്യത്തെ 3 എണ്ണത്തിന് മാം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞിരുന്നത്. അത് നമ്മൾ പറയുകയും ചെയ്തായിരുന്നു. 10th വണ്ണാണ് സിംപത്തിസം. സിംപത്തിസം എന്താ പറഞ്ഞാൽ എന്താണ്? സഹാനുഭൂതി, പിടിച്ചു പറ്റുക, ആ ഒരു ഇതായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നതെന്ന്. ഇൻ സിംപത്തിസം ദ ഇൻഡിവിജ്വൽ അവോയ്ഡ്സ് ദ നീഡ് ഓഫ് സോൾവിംഗ് ഹിസ് പ്രോബ്ലംസ് ബൈ ഗെറ്റിംഗ് ദ സിംപതി ഓഫ് അതേഴ്സ്. Many people get contented if they can turn to someone for sympathy. They try to attain attention and secure expressions of concern over their difficulties. എന്താണ് സിംപത്തിസം? സഹതാപം കിട്ടുന്നതിലൂടെ വ്യക്തി തന്റെ പ്രശ്ന പരിഹാരത്തിന്റെ ആവശ്യകത ഒഴിവാക്കിയിട്ട് ആ സഹതാപം പ്രതീക്ഷിക്കുന്നു. സഹതാപം പ്രതീക്ഷിക്കുന്നു അല്ലേ? സഹതാപം കിട്ടിക്കഴിഞ്ഞാൽ വ്യക്തി തന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാതെ സഹതാപത്തിൽ ഒഴിവ് കണ്ടെത്തുന്നു. അതായത് മറ്റുള്ളവരിൽ നിന്ന് സഹാനുഭൂതി പിടിച്ചു വെക്കുക, അങ്ങനെ മനസ്സിനെ ആശ്വസിപ്പിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ. സഹതാപം കിട്ടുന്നതിലൂടെ വ്യക്തി തന്റെ പ്രശ്നപരിഹാരത്തിന്റെ ആവശ്യകത ഒഴിവാക്കുന്നു. അത് പിന്നെ സഹതാപത്തിനായിട്ട് മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞ് അപ്പോ പലരും സംതൃപ്തരാകുന്നു. അതെ. നമ്മളെ ലൈഫില് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു വെച്ചാറുണ്ടോ? അങ്ങനെയുള്ള ചില വ്യക്തികളെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാറില്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളോട് എന്തെങ്കിലും ഒരു സഹതാപം പിടിച്ചു പറ്റുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആരെങ്കിലും ജീവിതത്തിൽ? ഈ കരഞ്ഞ് സഹതാപം പറ്റുന്ന അത് ശരിയാണോ മാം? കരയുന്നത് അതൊരു സഹതാപം പിടിച്ചു പറ്റില്ല തന്നെയാണ്. കരയുക, ക്രൈം എന്നുള്ളത്. ഞാൻ എങ്ങനെയാ കരഞ്ഞ് വീട്ടിൽ പോകണമെങ്കിലേ കരഞ്ഞങ്ങ് കാണിക്കും. അപ്പൊ പറയും വീട്ടിൽ പോ. നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ലേ? ഒരു കാര്യം സാധിക്കാനാണെങ്കിലും കരഞ്ഞ്, എന്നിട്ട് അവരെ ഒത്തിരി കരയിക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ അത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയല്ലേ? അതും അങ്ങനെ ഇതാണോ? അതും അങ്ങനെയാണ്. ആ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ചില കുട്ടികളെ നമ്മള് ദേഷ്യം എന്തെങ്കിലും അവരെന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരെ അടിക്കുകയോ ചെയ്യും. ഓക്കെ. അപ്പോ നമുക്ക് ആ സമയത്ത് വരുന്നൊരു ദേഷ്യത്തിനായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. പിന്നീട് ആ കുഞ്ഞിനെ ചിലപ്പോ അടിച്ച സ്ഥലത്ത് ചിലപ്പോ ചുവന്ന പാടുകളോ അല്ലെങ്കിൽ തിണർത്ത് വീർക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ കുഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണാനായിട്ട് ഇടയാകും. ഓക്കെ. ഇതൊക്കെ ഒരുതരം സഹതാപം പിടിച്ചു പറ്റില്ലെങ്കിൽ ഇതായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വലിയവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുറെ ആളുകളുണ്ട്. അതായത് അവർക്ക് ചിലപ്പോ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾസിലൂടെ ആയിരിക്കാം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോ അവർക്ക് ചെറുപ്പത്തിലെ തന്നെ എന്താ പറയാ, ആരും അനാഥരായിട്ട് ജീവിച്ചു പോന്നവരാകാം, ആരും ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ കുറെ അധികം ദാരിദ്ര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചു വന്നവരായിരിക്കാം.
അപ്പൊ ഇത്തരത്തിലുള്ള ആളുകള് എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് ഒരാളോട് മാത്രമല്ല, കാണുന്ന ആളുകളോട് മൊത്തം പറയും എന്റെ ജീവിതം ഇതാണ്, ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് വന്നത്, ഞാൻ കഷ്ടപ്പെട്ട പോലെ മറ്റാരും തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളോടായിട്ട് പറഞ്ഞ് അവരിൽ നിന്ന് സഹതാപം പിടിച്ചു പറ്റുന്നതായിട്ട് കാണാം. അപ്പോ ഇത്തരം ആളുകളോട് ആളുകൾക്ക് ഏത് തരത്തിലുള്ള ഇതാണ് ഉണ്ടാവുക, അതായത് സിമ്പതിയാണ് ഉണ്ടാവുക അല്ലെ? നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ? നിങ്ങളുടെയൊക്കെ ആരെങ്കിലും വന്ന് അവരുടേതായിട്ടുള്ള ജീവിതം, നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരോടും തന്നെ അവരുടെ ആ ഒരു ജീവിതം അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റോറി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. അതൊരു സഹതാപം പിടിച്ചു പറ്റലാണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഒരാളോടോ രണ്ടാളോടോ എന്ത് ചെയ്യാം, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോട് നമ്മുടെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ ഷെയർ ചെയ്യാം അല്ലെ? പക്ഷെ എല്ലാവരോടും നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ അതൊരു സിമ്പതി പിടിച്ചു പറ്റുന്നതിന് തുല്യമായിട്ടാണ് വരുന്നത്. കേട്ടോ? ഓക്കെ, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എല്ലാവരോടും നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾക്ക് വളരെ അടുത്തറിയാവുന്നവരോട് മാത്രമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാനായിട്ട് പറ്റുള്ളൂ. എപ്പോഴും അയ്യോ എന്റെ ജീവിതം അതാണ്, എനിക്ക് അങ്ങനെയാണ്, എനിക്കതൊന്നും കിട്ടിയിട്ടില്ല, എപ്പോഴും നമ്മുടെ കുറവുകൾ മാത്രം പറയാ, എനിക്കതൊന്നും കിട്ടിയിട്ടില്ല, മറ്റുള്ള ആളുകളുടെ ജീവിതം അതാണ്, എനിക്കതൊന്നും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, എന്റെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖമാണ്, ഇതൊക്കെ നമ്മൾ എന്തിനാണ് എല്ലാവരോടും തുറന്നു പറയുന്നത്? അതിന്റെ ഒരു ആവശ്യവും നമുക്ക് വരുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്, സിമ്പതി പിടിച്ചു പറ്റുന്നതിന് ഉദാഹരണം. അതായത് അതായത് ഒരാളോടല്ല കുറെ ആളുകളോട് നമ്മളിങ്ങനെ പറയുന്നതിലൂടെ അവര് നമ്മളെ ആശ്വസിപ്പിക്കും. അവരെന്താ പറയാ, ഇപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞു, എന്റെ ജീവിതം പറഞ്ഞു, എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ കുറെ അധികം സ്ട്രഗിൾസിലൂടെയാണ് വന്നത്, എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ദാരിദ്ര്യം പിടിച്ചതായിരുന്നു, ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ ഒരാളോട് നമ്മൾ പറയുവാണ്. അപ്പൊ ആ വ്യക്തിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളോട് എന്താ പറയാ, അല്ലെങ്കിൽ ഞാൻ ഒരാളോട് എന്റെ കാര്യം പറയുമ്പോൾ അയാൾ എന്നെ എന്താണ് എന്നോട് ബിഹേവ് എങ്ങനെയായിരിക്കും? അയ്യോ പാവം, ആ കുട്ടി ചെറുപ്പത്തിലെ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് നടക്കുന്ന, അതിന്റെ വഴിക്കേക്കെന്നല്ലേ പറയുള്ളൂ. അതെ, അതായത് അവരിൽ നിന്ന് ആശ്വാസവാക്കുകൾ ഉണ്ടാകും അല്ലെ? അതായത് ആ വ്യക്തിയുടെ, അതായത് ഇത് തുറന്നു പറഞ്ഞ ആളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അവരിൽ നിന്ന് പല സഹായങ്ങളും ഉണ്ടാവും. ഫിനാൻഷ്യൽ ഹെൽപ്പ് ഉണ്ടാവും, സാമ്പത്തികപരമായിട്ട് സഹായിക്കും ചില ആളുകള്. അതുപോലെ തന്നെ എന്ത് വിട്ടുവീഴ്ചയും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങള് ഇവർക്ക് വേണ്ടിയിട്ട്, അതായത് ഈ പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കും. അത്തരത്തില് സഹതാപം പിടിച്ചുപറ്റി പലവിധ ബെനിഫിറ്റ്സും എന്ത് ചെയ്യാം, ഈ പറയുന്ന വ്യക്തികൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വാസമാണ്, അവരുടെ മനസ്സിനൊരു ആശ്വാസമാണ് അല്ലെ ഇങ്ങനെ പറയുന്നതിലൂടെ. അപ്പൊ നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ട്. നമുക്ക് എന്ന് നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മുടെ ചുറ്റിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ടോ, അവരെങ്ങനെയാണ് എല്ലായ്പ്പോഴും ഇങ്ങനെ ആളുകളോട് സിമ്പതി പിടിച്ചു പറ്റുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും. ചിലവരിത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരാള് ഇത് എന്റെ അറിയുന്ന ഒരാളാണ്, അവര് ഹസ്ബൻഡ് അത്രക്ക് കെയറിങ്ങും കാര്യങ്ങളും ഒന്നുമല്ല, ഇവളെ വെച്ചത് എല്ലാവരോടും പറഞ്ഞുകൊണ്ടാണ്. ചില ആണുങ്ങൾ അത് മിസ്യൂസ് ചെയ്യും. എന്നിട്ട് അവര് കൂടുതൽ കെയറിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ട് ഈ സഹതാപം പിടിച്ചു പറ്റിയിട്ട് മിസ്യൂസ് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു ട്രാപ്പില് പെട്ടിരിക്കുന്നുണ്ടായിരുന്നു അവള്. അതെപ്പോഴും പറഞ്ഞ് ഇങ്ങനെ തന്നെ പറഞ്ഞ് ഇപ്പൊ ഫിനാൻഷ്യൽ ആയിട്ട് അതായത് ചിലപ്പോൾ നമ്മൾ പറയുന്ന ആള് കുറച്ചും കൂടി ഫിനാൻഷ്യലി ഏബിൾ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ അവര് നല്ല ഫിനാൻഷ്യലി സെറ്റപ്പ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പൊ അവർക്ക് ചിലപ്പോ അത് കേൾക്കാനുള്ള മനസ്സുണ്ടാവാം. അവർക്ക് ചെറുപ്പത്തിലേ തുടങ്ങി അല്ലെങ്കിൽ അവര് വളർന്നു വന്ന സാഹചര്യത്തിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സോടുകൂടി വളർന്നു വന്നവരായിരിക്കാം. അത്തരത്തിലുള്ള ആളുകളോടാണ് നമ്മളത് പറയുന്നതെങ്കിൽ എനിക്ക് പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഇത്ര രൂപ തരുമോ അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ കൂട്ടർ എന്ത് ചെയ്യും, അവര് നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് പൈസ തന്നുകൊണ്ടിരിക്കും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്, അവരെ സഹായിക്കണം, അവർ മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ അവരെ എന്താ പറയാ, ഒരു തരത്തിൽ പറഞ്ഞാൽ എപ്പോഴെപ്പോഴും നമുക്ക് വല്ലപ്പോഴും ചോദിക്കാം, പ്രശ്നമില്ല. പക്ഷെ എപ്പോഴെപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ അത് ശരിക്കും നമ്മള് എന്താ പറയാ അബ്യൂസ് ചെയ്യാണ് അല്ലെ, അവരെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ കുറേ അധികം പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നിൽ രണ്ടിൽ കൂടുതൽ തവണയൊന്നും നമ്മൾ
ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാം, നമ്മൾ വാങ്ങിക്കുന്ന പണം നമുക്ക് തിരിച്ചു കൊടുക്കാമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത് അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ അതും ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ ഇത്തരത്തില് സഹതാപം കണ്ടിട്ട് ഇതാവുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കാര്യം സങ്കടം വന്ന് പറഞ്ഞു, അപ്പോ അതിന് മനസ്സലിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ധാരാളം ആളുകളുണ്ട്. ആളുകൾ മാത്രമല്ല, ട്രസ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡത്തിലാണ് ആളുകളെ സഹായിക്കുന്നത്. തീരെ ചിലവര് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പോ വീടില്ലാത്തവര്, അതുപോലെ തന്നെ മക്കള് നോക്കാതിട്ടുണ്ട് പോയവര്, അങ്ങനെയുള്ള ധാരാളം ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്. അപ്പൊ അവരൊക്കെ ചില കാര്യങ്ങൾ, ചില മാനദണ്ഡ ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് അവരെ സെലക്ട് ചെയ്യുന്നതും. അതായത് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾ കുറെ ഉണ്ട്. അതായത് ഇങ്ങനെ പൈസ മേടിക്കുന്നവര്, കള്ളം പറഞ്ഞ് കുറെ അധികം ഹെൽപ്പ് ചോദിക്കുന്നവര്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യത്തില് ചിലവർ എന്ത് ചെയ്യും, ചില ക്രൈറ്റീരിയ വെക്കും. ഇന്ന ക്രൈറ്റീരിയ ഉള്ളവരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് സഹായിക്കാനായിട്ട് നോക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സിംപത്തിസം എന്ന് പറയുന്നത്. അപ്പൊ ആളുകളിൽ നിന്ന്, അപ്പൊ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി, നിങ്ങള് ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ആളുകളോട് തന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അവരിൽ നിന്ന് സിംപതി പിടിച്ചു പറ്റി ആശ്വാസം കണ്ടെത്തുന്ന ഒരു കൂട്ടര് അല്ലെങ്കിൽ ഒരു വിധം കാറ്റഗറിയാണ് ഈ ഒരു ഇതിൽ പെടുക. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളും എന്താണ് ഇതിനകത്ത് പെടാറുണ്ട്. അവരിങ്ങനെയല്ല കേട്ടോ, ഇവരുടെ പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. ചെറിയ 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 കാര്യങ്ങൾ പിണങ്ങുകയും അല്ലെങ്കിൽ വഴക്കൂടുകയും ചെയ്തു കഴിഞ്ഞാല് കരയുക, അതുപോലെ തന്നെ എന്താ പറയാ പട്ടിണി കിടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങള്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാറുണ്ട്, പാരന്റ്സിന്റെ സിമ്പതി പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് കാറ്റഗറി, അതായത് വലിയവരെ നമുക്ക് പെടുത്താം, ചെറിയവരെ നമുക്ക് ഇതിനകത്ത്, കുട്ടികളെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ മോളിപ്പോൾ ഇങ്ങനെ പറയുമ്പോ, ഞാനൊരു ചെറിയ കുട്ടിയല്ലേ അമ്മ, എന്നോട് ഇങ്ങനെ ചെയ്യാവോ? ഇവണിപ്പോ ടോയ്സ് എടുത്തു വെക്കാൻ പറഞ്ഞാൽ പറയും, അമ്മ ഞാനൊരു ചെറിയ കുട്ടിയല്ലേ അമ്മ, എന്നോട് ഇങ്ങനെ ചെയ്യാവോ? ഇപ്പൊ ഞാനതപ്പോ 1-2 പ്രാവശ്യം ഓക്കെ എന്നാ വിട്ടപ്പോ ഇപ്പോഴത് ഇപ്പൊ ട്രിക്കാക്കി മാറ്റി. ഇപ്പൊ എന്ത് പറയും, ഞാനൊരു ചെറിയ കുട്ടിയല്ലേ അമ്മ, എന്നോട് ഇങ്ങനെ ചെയ്യും, അങ്ങനെ പറയും. ചിലവരങ്ങനെയാണ്, ചില കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്, അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വേറെന്തെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാമോ സിംപത്തിസം? മാം, എല്ലാവരുടെയും കാര്യം അറിയില്ല, പക്ഷെ എങ്കിൽ എൻ്റെ അച്ചാച്ചൻ, അല്ലാതെ എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ വളരെ ചെറുപ്പത്തിലേ മരിച്ചതാണ്. ഇങ്ങനെ ഏകദേശം എനിക്കൊരു ഓർമ്മ വെച്ചപ്പോഴേ മരിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഭീകരമായ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ തരുമ്പോൾ അപ്പം ഞാൻ പറയും, ടീച്ചറെ വരാൻ പറ്റില്ല, കാരണം എൻ്റെ അച്ചാച്ചൻ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റാത്ത അതുകൊണ്ടാണെന്ന്. എന്തെങ്കിലും വലിയ വർക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രി വരെ ഞാൻ എൻ്റെ അച്ചാച്ചനെ ഓരോരോ വർഷം കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ അച്ഛനെ അറിഞ്ഞാൽ ഓടിക്കും, പക്ഷെ എങ്കിൽ കൂടെ ഞാൻ ആവശ്യം വരുമ്പോഴൊക്കെ ഞാൻ അച്ചാച്ചനെ കൊന്നിട്ടുണ്ട്. അത് ഞാൻ മാത്രമല്ല, എൻ്റെ അനിയനും അനിയനും എല്ലാവരും ആവശ്യത്തിനനുസരിച്ച് ഓരോരോ സമയത്ത് അച്ചാച്ചന്മാരെയും അമ്മമ്മമാരെയും ഒക്കെ തട്ടുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് പിന്നെ നമ്മളോട് ടീച്ചർമാരൊന്നും ചോദിക്കില്ല, ആ ശരി എന്നാ പോട്ടെ എന്നുകൊണ്ട് അപ്പടെ ഒഴിവാക്കി വിടും. എനിക്ക് തോന്നുന്നു അതൊക്കെ ചിലപ്പോൾ ഇതിന്റെ ഭാഗമായിരിക്കും. അതെ, ശരിയാണ്, റീച്ച പറഞ്ഞത് ശരിയാണ്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട്, കാരണം നമുക്ക് സാധാരണ കിട്ടാണല്ലോ അവിടെ ചെയ്യുന്നത്. അതും ഇതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ എക്സ്പീരിയൻസ്? അതുപോലെ മാം, പുറമത്തെ ആൾക്കാരൊക്കെ വന്നിട്ടേ വീടില്ല അങ്ങനെ എല്ലാവരും പറയണത് ശരിയാവണമെന്നില്ലല്ലോ. ചിലവര് അല്ലാത്തവരും വന്നിട്ട് പറഞ്ഞിട്ടൊക്കെ ചോദിച്ചറിയുമ്പോ മനസ്സിലാവുണ്ട് അവര് വെറുതെ പറയണതാന്നൊക്കെ. അങ്ങനെയും ചിലവര് ചെയ്യണ്ടല്ലോ. അതുപോലെ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കാനൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെയും അവരിങ്ങനെ കുറെ പറയുമ്പോ നമുക്ക് സാരല്ലേ, അവര് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടല്ലേ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങും. അതൊക്കെ ഇതിൽ പെടണതല്ലേ. അതെ, അത് ഇതിനകത്ത് പെടുന്നതാണ്. മാം, കഴിഞ്ഞ മാസം ഞങ്ങൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം അവിടെ ഒരു ചേച്ചി, ഒരു മെലിഞ്ഞ ശുഷ്കിച്ചൊരു ചേച്ചി, അധികം ഹൈറ്റ് ഒന്നുമില്ല, പക്ഷെ ആ ചേച്ചി ഒരു മോനെ എടുത്തിട്ട് വന്നു. ആ ചേച്ചീനെ തന്നെ ഹൈറ്റുള്ള ഒരു മോനെ, പക്ഷെ ആ കുട്ടീൻ്റെ കാലിൽ കുറെ പ്ലാസ്റ്റർ എന്തൊക്കെയോ കമ്പി സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് പുറത്ത് ഇങ്ങനെ തൂക്കിയെടുത്തിട്ടാണ് വന്നെ. എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് മോളെ കുറച്ച് സ്ഥലം തരും, ഇവിടെ മോനെ ഒന്ന് ഇരുത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പം നമ്മളെല്ലാം ചാടി നീട്ടി ആ കുട്ടിക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തു. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും നോക്കണം, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി പോയി. അപ്പൊ ആ മോനെ എന്തൊക്കെയോ ചോദിക്കാൻ, എന്താ പേര് എന്നൊക്കെ ചോദിച്ചു, പേരൊക്കെ പറഞ്ഞു. ചേച്ചി വന്നിട്ട് പറഞ്ഞു, മോളെ ഇങ്ങനെയാണ്, അവന് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല, ഞാൻ എപ്പോഴും അവനെ എടുത്തോണ്ട് നടക്കണം. ഇപ്പോൾ ഇവിടെ മുത്തപ്പന്റെ
ചിത്രം വരയ്ക്കാൻ വേണ്ടി വന്നതാ. അപ്പം ഇവരിവിടെ വാങ്ങുമെന്ന് പറഞ്ഞു, ചോദിക്കാൻ വേണ്ടി ഞാൻ പോയതാ. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ അപ്പൊ കഴിയുന്നേ? അപ്പൊ ഇങ്ങനെ ആരെങ്കിലൊക്കെ സഹായിക്കും. പിന്നെ ഇവർക്ക് സ്കൂളിലൊക്കെ പോയിരിക്കണ്ടേ, അത് കാരണം പണിക്കൊന്നും പോകാൻ പറ്റില്ല. എന്റെ ഹസ്ബൻഡ് എന്നെ ചെറുപ്പത്തില് ഇവൻ ഉണ്ടായപ്പോ തന്നെ ഇങ്ങനെയാ മക്കൾ നടന്നപ്പോ തന്നെ ഇട്ടിട്ട് പോയി. ഇവന്റെ മൂത്തൊരാളും കൂടി ഉണ്ട്, അവനും ഏകദേശം ഇതേപോലെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ചേച്ചി ഒരിക്കലും പൈസ നമ്മളോട് ചോദിച്ചിട്ടില്ലേ. പക്ഷെ ആ ചേച്ചി പറയുന്നത് നമുക്ക് മൊത്തം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടി അങ്ങനെയാ ഞങ്ങൾ ജീവിക്കുന്നേ. വരുമാനമൊന്നും ഇല്ല, പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള എല്ലാം ഞാൻ പെറുക്കി കൊടുത്തിട്ട് ഞാൻ പോകുന്നു. ഞാൻ വഴിപാട് കഴിക്കാൻ വേണ്ടി എന്തൊക്കെയോ പ്രസാദവും പായസമൊക്കെ മേടിക്കാൻ വെച്ച് കയ്യിൽ പിടിച്ചോണ്ട് പൈസ ഉണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു. പക്ഷെ ചേച്ചി പൈസ ചോദിച്ചിട്ടില്ല. പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ചേച്ചി ഉദ്ദേശിക്കുന്നത് അതാണെന്ന്. ആ കുട്ടീനെ കണ്ടാലും നമുക്ക് കൊടുക്കാൻ തോന്നും കേട്ടോ. അതുകൊണ്ടല്ല, എങ്കിൽ കൂടെ ഞാൻ വിചാരിക്കാം ചേച്ചി നല്ല വെയിറ്റുള്ള ഒരു മോനാ, നല്ല വലിയ കുട്ടിയാ. ആ കുട്ടീനെ പുറത്ത് എടുത്തിട്ട് അവര് നടക്കണേ. പക്ഷെ എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ അപ്പുറത്തെ ഒരു സെക്ഷനിൽ പോയപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി കഥകൾ മൊത്തം അപ്പുറത്തെ ഒരു കുട്ടീനോടും പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരും എന്തൊക്കെയോ പെറുക്കി കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഞാൻ ആരെയും സഹായിക്കേണ്ടെന്നല്ല കേട്ടോ പറഞ്ഞു വന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു കാറ്റഗറി നമ്മുടെ ഇടയിൽ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോ റീജ പറഞ്ഞതുപോലെ തന്നെ ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ അത് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. കാരണം നമ്മൾ കൊടുക്കുന്നത് ദൈവം അതിന്റെ 10 ഇരട്ടിയായിട്ട് നമുക്ക് തരും അല്ലെ. ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോ ആർക്കും കൊടുക്കരുത് അല്ലെങ്കിൽ ആരെയും സഹായിക്കരുത് ഉള്ളൊരു മീനിങ് ഞാൻ പറയുന്നില്ല. എന്നാലും മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ട്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ 2ൽ കൂടുതൽ പ്രാവശ്യം ഇത്തരത്തിലുള്ള സമീപനമായി നിങ്ങളുടെ അടുത്ത് വരുവാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിന്റെ അടുത്ത് നമുക്ക് പോവാം വിഡ്രോവൽ. നിങ്ങളൊന്ന് വായിച്ചിട്ട് മനസ്സിലായിട്ടുള്ളവര് ഒന്നിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ മൈൻഡിൽ റീഡ് ചെയ്യുക എന്താണ് വിഡ്രോവൽ എന്ന് കേട്ടോ. എസ്കേപ്പിസം ഫ്രം ട്രൂത്ത്. ശരിയാണ്, ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, എസ്കേപ്പിസം ഫ്രം ട്രൂത്ത്. എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ വിനീത? വിനീത മഹേശൻ. ഇത് microphone is not. Just show my microphone. Is it on? Okay, I'm sorry, ma'am. Can you hear me? Yes, yes. Okay. എന്തെങ്കിലും ഒരു കാരണം വരുമ്പോഴേക്കും നമ്മൾ അതിൽ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പൊ ചിലപ്പോ നമുക്ക് അത് നമ്മൾ തോറ്റു പോകുന്ന ചിന്താഗതിയിലൂടെ കിടന്നു പോകുമ്പോഴേക്കും ഉണ്ടാവുന്ന ഒരു പേടി, അങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെ പറയാം അല്ലെ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോ അത് ഫേസ് ചെയ്യാണ്ട് അതിൽ നിന്ന് മാറി നിൽക്കും. ആ ഒരു സംഭവം ഫേസ് ചെയ്യാണ്ട് തന്നെ ശ്രമിക്കും. അതിന് തോക്കൂ ജയിക്കൂ എന്നുള്ളതല്ല, പക്ഷെ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് ശ്രമിക്കുകയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഉൾവലിഞ്ഞു നിൽക്കും. ഫേസ് ചെയ്യാനുള്ള പേടി കൊണ്ട്, തോൽക്കുമോ എന്നുള്ള പേടി കൊണ്ട്. നേരത്തെ റീജൻ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു, ഒരു കുട്ടിയുടെ കാര്യം. ആ കുട്ടിയുടെ അച്ഛൻ ആ കുട്ടി അങ്ങനെ ആയപ്പോ തന്നെ എസ്കേപ്പ് ആയെന്ന് പറഞ്ഞില്ല, അത് ഇതിനൊരു ഉദാഹരണമല്ലേ? അത് ഫേസ് ചെയ്യാൻ വയ്യാതെ ഒരു പ്രശ്നം വന്നപ്പോൾ അതിൽ നിന്ന്
റിലേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ എക്സാമ്പിൾ സഹിതം ഒന്ന് പറയാമോ ആരെങ്കിലും? നമ്മുടെ റൂമിൽ എന്തെങ്കിലും സംഭവം ഫേസ് ചെയ്യാൻ ആര്യ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ആര്യ എന്ത് പറ്റിയാവോ? ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്താണെന്ന്. സ്പീക്കറിന്റെ പ്രോബ്ലം ആയിരിക്കും. ആദ്യം ലാപ്ടോപ്പിലാണ് കണക്ട് ചെയ്തിരുന്നത്, ചിലപ്പോ അതായിരിക്കും. ഇന്നലെ ഇങ്ങനെയായിരുന്നു. ഓ മാം ഞാൻ പറയട്ടെ മാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പഠിക്കുന്നത് പോലും ഇപ്പോ ചിലവർക്ക് ഉണ്ടാവും. നമ്മൾ ഇത്ര പ്രായമായിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോ നമുക്കത് ജയിച്ചു പോരാൻ പറ്റില്ല, ആൾക്കാർ കളിയാക്കോ എന്നൊക്കെ കുറിച്ചുള്ള ചിന്തയിലൂടെ പോകുമ്പോഴേക്കും അവര് വിഡ്രോവലിലോട്ട് പോരുന്ന ഒരു സിറ്റുവേഷൻ. മാം ഞാൻ പറയാം. കുട്ടികളെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കുറെ ന്യൂസ് കാണുന്നുണ്ട്. ചെറിയ കുട്ടികള് ഇപ്പൊ എക്സാമിനെ ഒന്നും ഫേസ് ചെയ്യാൻ പറ്റാതെ വീട് വിട്ടു പോകുന്ന കുട്ടികളുണ്ട്. പിന്നെ അതുപോലെ അവരെന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റായിരിക്കും, വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, പക്ഷെ കുട്ടികൾക്ക് അത് പേടിയാണ്. അവർക്കത് ഫേസ് ചെയ്ത് വീട്ടിൽ എങ്ങനെ എടുക്കും, അച്ഛനും അമ്മയും വഴക്കും അറിയോ പ്രശ്നമാവോ എന്നുള്ള രീതിയിൽ അവര് അതിൻ്റെ അതൊന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാറുണ്ട്. വലിയ ആൾക്കാർ ഇങ്ങനെ ഇപ്പൊ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോ പ്രശ്നങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഒരു പ്രഷറും താങ്ങാൻ പറ്റാതെ പെട്ടെന്ന് അവർ സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതുമല്ലാതെ ഇപ്പൊ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു കുട്ടിയുടെ അച്ഛൻ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു ടൈപ്പില് എനിക്ക് ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ ബന്ധം ഒഴിവാകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല വിധത്തില് നമുക്ക് ഈ വിഡ്രോവലിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവുമ്പോ, അല്ലെങ്കിൽ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അന്നേരം വീട്ടുകാർ കണ്ടുപിടിച്ച് അന്നേരം അവളെ വഴക്ക് പറഞ്ഞു. അന്നേരം അവക്കത് സഹിക്കാൻ പറ്റിയില്ല. അന്നേരം അവളത് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ആസിഡ് എടുത്ത് കുടിച്ചു. അതൊക്കെ വലിയൊരു പ്രശ്നമായി പോയി. പക്ഷെ ആളുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഇങ്ങനെ ബേൺഡ് ആയി പോയി. കാരണം അത്രയ്ക്കും വീര്യമുള്ള ആസിഡ് അവൾ എടുത്ത് കുടിച്ചത്. എന്നാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നാലും ആ പ്രശ്നത്തെ അവള് അവഗണിക്കാൻ വേണ്ടി പെട്ടെന്നൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ഒരു കാണിച്ച്. മാം ചെറിയ കുട്ടികളെ കേസാണെങ്കിൽ അവർ സ്കൂളിലെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വയറുവേദന തലവേദന എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോവാതൊക്കെ നിൽക്കുന്നില്ലേ, അതൊരു വിഡ്രോവൽ തന്നെയല്ലേ? അതെ അതെ അതെ, ചെറിയ കുട്ടികളുടെ കേസാണ്. ശരിയാണ് പറഞ്ഞത് മാം. പിന്നെ ഒട്ടും ഇപ്പൊ മുതിർന്നവരാണെങ്കിലും മനസ്സിന് ഒട്ടും ബലമില്ലാത്തവരുണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ അടുത്ത ഒരു മുസ്ലിംസ് ആണ് അവരമ്മയും മോളും മാത്രമേ ഉള്ളൂ. അതിൽ അവർക്ക് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അവർ വാടകയ്ക്കൊക്കെയാണ് താമസിച്ചിരുന്നത്. എന്നിട്ട് ഒരു ദിവസം ഇവിടെയൊക്കെ വന്നിരുന്ന വെച്ചാണ് എനിക്കറിയാം, പരിചയത്തിലുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ഇത്ത സൂസൈഡ് ചെയ്തു വീടിന്റെ അകത്ത് തന്നെ. അത് ആ കുട്ടിക്ക് കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരി അങ്ങനെ ചെയ്തത്. അത് സത്യം പറഞ്ഞൊരു ഒളിച്ചോടലായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ആ കുട്ടിയെ കുറിച്ചും കൂടെ ചിന്തിക്കണമായിരുന്നു. കാരണം അത്രയും കടബാധ്യത ഉണ്ടെങ്കിലും ആ കുട്ടി അത്രയും പാടില്ലാണ്ടിരിക്കണ ഒരാളുടെ സഹായം ഇല്ലാതെ അതിന് പുറത്തേക്കോ ഒരു ടോയ്ലറ്റിൽ പോകാനോ ഒന്നും സാധിക്കില്ല ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് അവരത് ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ മരിച്ച സമയത്താണെങ്കിലും എല്ലാവരും അവരെ തന്നെയാണ് കുറ്റപ്പെടുത്തിയത്. അവരൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ കുട്ടിയുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അത് ജോലിക്കും ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്ന സമയത്താണ് ആ ഇത്ത അങ്ങനെ ചെയ്തത്. ഇപ്പോഴും അതിന്റെ ഷോക്കിലാണ്. പിന്നെ ഈ ഇടയ്ക്ക് മരിച്ച ഷൈനിയും 2 മക്കളും അതൊക്കെ ഇതിനകത്ത് പെടുന്നതല്ലേ? ജീവിത പ്രശ്നങ്ങള് കാരണം അവര് ആത്മഹത്യ ചെയ്തത്. നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ് അതൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങള് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ 2 കാര്യങ്ങൾ പറയാം. അതായത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വിഡ്രോവലോട് റിലേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിനെയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഉണ്ടെങ്കിൽ അത് ഞാൻ ജോലി
ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഒരു 1 month ഒക്കെ കൊണ്ടുപോയി. പക്ഷെ ഭയങ്കര പ്രഷറും കാര്യങ്ങളാണ്. എന്നെ കൊണ്ട് ഒരു കണക്കിൽ കൂട്ടിയാലോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. ഞാൻ വിഡ്രോ ചെയ്ത് പോന്നു. അല്ലെ? ഓക്കെ. അതായത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യാണ്, ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒഴിഞ്ഞു മാറി നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതിനെയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. ധാരാളം എക്സാമ്പിൾസ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് സാധിക്കും. വിഡ്രോവലിൽ ഇപ്പൊ ജോലിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് സൂയിസൈഡ് ചെയ്യുന്ന, ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോവലിനോട് നമുക്ക് റിലേറ്റ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, ഞാൻ കോമൺ ആയിട്ട് പറയുന്നതാണ്, വിഡ്രോവലിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നതാണ്. അതായത് ചില കൂട്ടരുണ്ട്, അതായത് ഈ മരിച്ച ആളുകളെ കാണാനായിട്ട് പോകാത്ത ചില ആളുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള ആളുകളെ? മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കാണാനായിട്ട് പറ്റാത്ത ചില ആളുകളുണ്ട്. അവർക്കൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായിരിക്കും, ഒരു പേടിയും. എന്റെ ഫ്രണ്ട് ഇതുപോലെ സൂയിസൈഡ് ചെയ്തിട്ട് എനിക്ക് കാണാൻ പോകാൻ പറ്റില്ല. എനിക്ക് വിഷമം കാരണം ഞാൻ പോയിട്ടില്ല. അതായത് അത് കാണുമ്പോൾ അതായത് ആ ഒരു വ്യക്തി, കാരണം ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു ആളുമായിട്ട് വളരെയധികം മിങ്കിൾ ചെയ്തിട്ടുള്ള ആളായിരിക്കാം, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആയിരിക്കാം. അപ്പോ അങ്ങനെയുള്ള രീതിയിൽ എന്താണ് ജീവിച്ചു പോകുന്നവര്, അതിലൊരാള് പെട്ടെന്ന് മരിക്കുകയും അദ്ദേഹത്തെ കാണാനായിട്ട് ആ വ്യക്തിക്ക്, ശരിക്കും പറഞ്ഞാല് മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ പോണം എന്നല്ലേ പറയാ, കാരണം ആ ഒരു വ്യക്തി ആ ലോകത്ത് നിന്ന് പോവാണ് അല്ലെ. അതായത് ആ വ്യക്തിയെ ലാസ്റ്റ് നമ്മൾ കാണുന്നത് ആ മരിച്ചു കിടക്കുന്നതാണ്. പിന്നെ ആ വ്യക്തിയെ നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോ ലാസ്റ്റ് അയാളുടെ ഫേസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മരിച്ചു കിടക്കുമ്പോൾ, അതിപ്പോ എത്ര ദൂരത്തു നിന്നുള്ളവരാണെങ്കിലും അല്ലെ, മരണവിവരം അറിഞ്ഞു കഴിഞ്ഞാല് എത്ര ദൂരത്തു നിന്നുള്ളവരാണെങ്കിലും, അത് ഗൾഫിൽ കിടക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ കിടക്കുന്നവരായിക്കോട്ടെ, അതൊക്കെ ചെയ്യാറുണ്ട്, ഉടനെ തന്നെ വരാറുണ്ട് അല്ലെ. കാരണം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? എന്താ ഒന്ന് മ്യൂട്ട് ചെയ്യോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നേ? മരണവിവരം അറിയുമ്പോൾ ചിലപ്പോ ആളുകൾക്കിടയിൽ ദേഷ്യങ്ങൾ ഉണ്ടാവാം അല്ലെ, തർക്കങ്ങൾ ഉണ്ടാവാം. ചിലപ്പോ മിണ്ടാതിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ. ഈ ഒരു മരിച്ച് കിടന്നിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ധാരാളം എന്താ പറയാ ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആളായിരിക്കാം, സ്നേഹമില്ലാത്ത ആളായിരിക്കാം, വളരെയധികം ദ്രോഹങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയായിരിക്കാം. പക്ഷെ മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മറന്ന് ആളുകൾ അദ്ദേഹത്തെ കാണാനായിട്ട് വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? അവസാനമായിട്ടൊന്ന് കാണാൻ. അതെ, അതായത് ആ വ്യക്തി അവസാനമായിട്ടൊന്ന് കാണാനാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഇനി നമുക്ക് ഒരിക്കലും കാണാനായിട്ട് പറ്റില്ല. കാരണം മരിച്ചുപോയി, അദ്ദേഹം മരിച്ചുപോയൊരു ആളോട് നമുക്ക് ഒരിക്കലും നമുക്ക് പക തീർക്കാനോ അല്ലെങ്കിൽ ദേഷ്യം തീർക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. എല്ലാവരും നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പോ ഇത്തരത്തില് ഇത്തരത്തിലുള്ള വ്യക്തികളെ കാണാൻ, അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ആ ഡെഡ് ബോഡിയെ കാണാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, പോകാത്ത ആളുകളുണ്ട്. ഓക്കെ, പോകാത്ത അത്തരത്തിലുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈ വിഡ്രോവലിന്റെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചില കേസുകളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ആളുകളുണ്ട്, രോഗികളുണ്ട് അല്ലെ. ഇഞ്ചുറി ഒക്കെ പറ്റി, ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതര രോഗങ്ങളുമായിട്ട് കിടക്കുന്ന ചില ആളുകളുണ്ട്. അവരെയും കാണാനായിട്ട്, അല്ലെങ്കിൽ അവരെ ചെന്ന് കാണാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളായിക്കോട്ടെ, ഫാമിലി ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളായിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കൊണ്ടോ അവര് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് അവര് ചെന്ന് കാണാനായിട്ട്, എല്ലാവരും കാണുമല്ലോ, ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, ആ വ്യക്തിയെ ചെന്ന് കാണാറുണ്ട് ഹോസ്പിറ്റലൊക്കെ കിടക്കുമ്പോൾ. പക്ഷെ ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്ത് ചെയ്യാറില്ല, ചെന്ന് കാണാൻ സമ്മതിക്കാറില്ല. എന്താണ് മേഘ്ന? അവര് ഒഴിഞ്ഞു മാറും, അവോയ്ഡ് ചെയ്യൂലേ? അവോയ്ഡ് ചെയ്യാണ്, അതായത് മനഃപൂർവ്വം, അതായത് ആ ഒരു സാഹചര്യത്തോട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോട് അവർക്ക് ഒരു തരത്തിൽ യോജിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ചിലവര് ചോദിക്കും, ഇങ്ങനെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകും മരിക്കുന്ന സ്ഥലത്തും, അതുപോലെ തന്നെ
ഇപ്പോ സഹായ മനസ്കതയുള്ള അല്ലെങ്കിൽ എല്ലാത്തിനും സഹകരിക്കുന്ന കുറച്ച് പേര് നമ്മുടെ ഇടയിലുണ്ട് അല്ലെ. അതായത് എന്തെങ്കിലും ഒരു മരണം ഉണ്ടാകുമ്പോൾ അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടാവാം. എല്ലാത്തിനും മുൻകൈ എടുത്ത് എല്ലാത്തിനും ഒരു കോർഡിനേറ്റ് ചെയ്ത് ഇരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാവരും ആ മരണ വീട്ടിൽ എല്ലാവരും കൊണ്ടുവന്ന് എന്താ പറയുക എല്ലാം ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തിയെ ആക്സിഡന്റ് മൂലം അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അവിടെ അവർക്ക് സഹായവുമായി എത്തുന്ന പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ചോദിക്കും എന്തുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ആളുകള് ഈ വിഡ്രോവൽ സിംറ്റം ഉള്ള ആളുകളോട് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ എന്താ പറയാ അവിടെ ചെന്ന് അവരെ കാണാത്തത്, നിങ്ങൾ ചെന്ന് കാണേണ്ടതല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഇപ്പൊ ഹോസ്പിറ്റലാകുന്ന സമയത്ത് നിങ്ങൾ വേണ്ടപ്പെട്ട ഒരാളാണല്ലോ സഹായിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് അതിനുള്ള മറുപടി ഉണ്ടാവില്ല. അത് ശരിയാവില്ല, എനിക്ക് അത് താങ്ങാനായിട്ട് പറ്റില്ല, അത് കണ്ടു നിൽക്കാനായിട്ട് പറ്റില്ല. ചിലവര് തല കറങ്ങി വീഴുന്ന ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ഹോസ്പിറ്റലായിട്ടുള്ളവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന വ്യക്തികളെയൊക്കെ കാണുമ്പോൾ ചിലവർക്ക് തലകറക്കം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നമുക്ക് വിഡ്രോവൽ എന്ന് പറയുന്ന ആ ഒരു ഡിഫൻസ് മെക്കാനിസവുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം. യെസ് മാം. മാം ഒരു കാര്യം പറയട്ടെ. ഞാനാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഹോസ്പിറ്റലിൽ പിടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ആ ജോലിക്ക് പോകത്തില്ല. പിന്നെ മാം പറഞ്ഞ കൂട്ട് ചാക്കാലയ്ക്ക് ഫ്യൂണറലിന് പോവും, പക്ഷെ ബോഡി കാണത്തില്ല, ഞാൻ മാറി നിൽക്കും. അതെന്റെ അതുപോലെ തന്നെ അത് എനിക്കും ഉണ്ട്. പക്ഷെ അത് ഇതുകൊണ്ടല്ല, എനിക്ക് മരിച്ച ആളെ കാണുന്നത് ഭയങ്കര പേടിയാ. ഞാൻ പോകും, മരിച്ച വീട്ടിലെല്ലാം പോകും, പക്ഷെ ഞാൻ ഡെഡ് ബോഡി പോയിട്ട് നോക്കില്ല, ഒരിക്കലും നോക്കില്ല. പിന്നെ കണ്ണടയ്ക്കുവാണ്, അഥവാ കണ്ട കണ്ണടയ്ക്കുവാണ് അത് ആ രൂപം വരും. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഇങ്ങനെ ചോദിക്കും നിനക്ക് മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെ ചോദിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എനിക്കാണ് കാലൊക്കെ അങ്ങ് ചൊറിയും, എന്തോ ഇരിക്കാൻ പറ്റത്തില്ല. അന്നേരം എല്ലാവരും വിചാരിക്കുന്നത് എന്തോ നമുക്ക് ഇഷ്ടമല്ലാത്തോണ്ടാ അങ്ങനെ വിചാരിക്കും. പക്ഷെ നമ്മുടെ അസുഖമാണെന്ന് ഇപ്പോഴാ മനസ്സിലായി. അതിന്റെ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അത് എന്റെ തന്നെ ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഹോസ്പിറ്റലിൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകള്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജൻസ്, അവരൊക്കെ എന്തോരം അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമിക്കണ്ടേ. നമ്മുടെ ഇടയിൽ കുറേയധികം ആളുകളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് എന്താ പറയാ വിഡ്രോ ചെയ്തു പോകുന്നത്. പക്ഷെ ഇത്തരത്തില് അവരുമായിട്ട് വളരെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജൻസ്. ഓക്കെ, നമുക്ക് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ പേടിയാണ് അല്ലെ. ഇപ്പൊ ശരിക്കും ചെറുപ്പത്തിൽ ഇപ്പോ +2 ചേരുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് സയൻസ് എടുക്കുന്ന ആളുകള്, അവർക്കൊക്കെ ചിലപ്പോ ഫ്രോഗ് തവളയൊക്കെ കീറാനുണ്ടാവും ലാബിലല്ലേ. ഞാൻ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പ് എടുത്തിട്ടില്ല. ഗ്രൂപ്പ് എനിക്ക് വന്നതാണ്, പക്ഷെ എടുത്തില്ല, കാരണം പേടി കൊണ്ടാണ്. അപ്പോ ആ ഒരു ചെറിയ കാര്യം തൊട്ട് പേടിക്കുന്ന ആളുകള് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് സമ്മതിച്ചേ തീരും. എത്രമാത്രം അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ജോലിയോട് ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്, അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട് അല്ലെ. അവരില്ലെങ്കിൽ നമ്മുടെ ലോകം എന്താവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഹോസ്പിറ്റൽ ഇല്ല, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇല്ല, പോസ്റ്റ്മോർട്ടം ഇല്ല, ഇതൊക്കെ ഇല്ലെങ്കിൽ എന്താവും ഈ ലോകം? പലതരത്തിലുള്ള കാര്യങ്ങളും അതിന് പുറമെ സംഭവിക്കില്ലേ. അപ്പോ നമ്മുടെ ഇടയിൽ അത് ചെയ്യുന്ന ആളുകളും ഉണ്ട്, അത് ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോ ഇത്തരത്തില് ആ ഒരു ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളോട് അതിൽ നിന്ന് പിന്മാറുന്നവരെ നമുക്ക് വിഡ്രോവൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ലാസ്റ്റ് നിങ്ങളോട് എക്സാമ്പിൾ സഹിതം ചോദിക്കാം, ഓരോരുത്തരും എക്സാമ്പിൾ പറയണം കേട്ടോ. ലാസ്റ്റ് വൺ ആണ് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം, ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്.
അയച്ചു കഴിഞ്ഞോ? എന്താ മനസ്സിലായേ? ഫാന്റസി ഓർ ഡേ ഡ്രീമിങ് എല്ലാവരും ചെയ്യാറുള്ള കാര്യമാണോ? പകൽക്കിനാവ് കാണുക എന്നാണ്. അതെ, പകൽക്കിനാവ് കണ്ട് ആശ്വസിക്കാറില്ലേ? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് നമ്മൾ നേരിടുമ്പോഴും ഇത്തരത്തിലുള്ള പകൽക്കിനാവുകൾ നമ്മളെ ഒരു തരത്തിൽ പറഞ്ഞാൽ ആശ്വസിപ്പിക്കാറുണ്ട്, അല്ലെ? യെസ് മാം. ലൈഫിൽ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടങ്ങൾ വരുമ്പോൾ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ മനസ്സിനെ നമ്മള് പലതരത്തിലുള്ള സ്വപ്നങ്ങളാൽ എന്ത് ചെയ്യാറുണ്ട്? ആശ്വസിപ്പിക്കാറുണ്ട്, അല്ലെ? നമ്മൾ ചിലപ്പോ ഒരു എക്സാമിന് തോറ്റ ഒരു സമയമായിരിക്കും, നമ്മളെ ലൈഫിൽ ഫെയിലിയർ ആകുന്ന, അല്ലെങ്കിൽ എല്ലാവരും പാസ്സായി ഞാൻ മാത്രം ഫെയിലായി, ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുവാണ്, അല്ലെങ്കിൽ ആ ഫെയിലിയർ ആയിട്ടുള്ള വ്യക്തി വിചാരിക്കുവാണ് അയാള് ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് ന്യൂഡൽഹിയില് രാഷ്ട്രപതി ഭവനിൽ ഇരിക്കുവാണെന്ന് സങ്കല്പിക്കുവാണ്. അപ്പൊ എത്രത്തോളം ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്ന ആശ്വാസം, അല്ലെ? പകൽക്കിനാവ് നമുക്ക് ആർക്ക് വേണമെങ്കിലും കാണാം, എപ്പോ വേണമെങ്കിലും കാണാം, അതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ഇന്ത്യൻ രാഷ്ട്രപതി ആവാം, പ്രൈം മിനിസ്റ്റർ ആവാം, അല്ലെ? അതുപോലെ തന്നെ അംബാനി ആകാം, അല്ലെ? അങ്ങനെ എന്താ പറയാ, അതിന് കാര്യമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന കാര്യമാണ്, മറ്റാരും അത് കാണുന്നില്ല. നമ്മൾ തന്നെ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടണം. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള, അല്ലെ, ഇത്തരത്തിലുള്ള ഓരോ എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിലാണ്. നിങ്ങൾ ഇങ്ങനെ പകൽക്കിനാവ് കാണാറുണ്ടോ? ഫ്ലൈറ്റിൽ പോകാം, അമേരിക്കയിലേക്ക് പോകാം, അങ്ങനെ പലതും ചെയ്യാലോ. ഫ്ലൈറ്റിൽ പോകാം, സത്യമായിട്ടും ഫ്ലൈറ്റിൽ പോകുന്നതൊക്കെ ഇമാജിൻ ചെയ്യാറുണ്ട്. ജോലി കിട്ടി നമ്മള് ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി കാണാറുണ്ട്. ഇപ്പം ജോലിയൊന്നും ഇല്ല, എന്നാലും അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അതെ, ആ ജോലി കിട്ടുന്നു, ആ ജോലിയുടെ നല്ലൊരു പോസ്റ്റിൽ ഇരിക്കുന്നു, ആ കിട്ടുന്ന ഫസ്റ്റ് ഇൻകം ഫാമിലിക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്നു, എല്ലാവർക്കും കൊണ്ട് ഡ്രസ്സ് കൊടുക്കുന്നു, എന്താ പറയാ, പുറത്ത് ഔട്ടിങ്ങിന് പോകുന്നു, വലിയ വീട് വെക്കുന്നു. ഇതൊക്കെ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണുന്ന ഒരു സെക്കൻഡ് മതി, അല്ലേ? ഈ സ്വപ്നങ്ങളൊക്കെ കാണാനായിട്ട്. പക്ഷെ അത് നമ്മൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊരു സമയം വേണ്ടി വരും? സ്വപ്നം കാണാനായിട്ട് പ്രത്യേകിച്ച് പൈസ ചെലവോ ഒന്നും തന്നെ ഇല്ല. എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് സ്വപ്നങ്ങൾ കാണാനായിട്ട് പറ്റും. എന്തൊക്കെ സ്വപ്നങ്ങളാണ് നിങ്ങൾ കാണുന്നത്? ഒന്ന് ഷെയർ ചെയ്യാമോ? നിങ്ങൾ കണ്ടിട്ടുള്ള ഡേ ഡ്രീമിങ് എന്തൊക്കെയാണ്? ഫാന്റസി? അത് മാം ഗ്രീഷ്മ, എന്താണ് ഗ്രീഷ്മ? മാം ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. എനിക്കൊരു ജോലിക്ക് പോകുന്നതിലും കൂടുതൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്ത് ഒരു വലിയ വീടൊക്കെ വെച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നത്, പിന്നെ എല്ലാവരും സഹായിക്കുന്നത് എനിക്കിഷ്ടമാണ്. ചേച്ചിക്കൊന്നും വീടില്ല, അപ്പം ഞാൻ വിചാരിക്കും ചേച്ചിക്കൊക്കെ വീടൊക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ കുറേ സ്വപ്നങ്ങൾ കാണാറുണ്ട്. അല്ലേ? ഓക്കെ, സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ കേട്ടോ ഗ്രീഷ്മ. ഓക്കെ, അടുത്തത് മാം ഞാൻ പറയട്ടെ. നമ്മളെ കയ്യിൽ ഒരു പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും എടുത്ത ലോട്ടറി എടുത്ത് വെച്ചിട്ട് അതിന്റെ നമ്പർ തപ്പുന്നതിന് മുന്നേ നമ്മൾ വിചാരിക്കില്ലേ, ഇതെങ്ങാനും അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട് വാങ്ങണം, വരുന്ന വഴിക്ക് കണ്ട വീട് വാങ്ങണം, ആ സാധനങ്ങളെല്ലാം വാങ്ങണം, മുമ്പിൽ കാണുന്ന അപ്പുറത്ത് കാണുന്ന 2 ഏക്കർ പറമ്പ് വാങ്ങണം, എല്ലാം വാങ്ങിയിട്ട് ബാക്കിയുള്ള പൈസ ആർക്കെങ്കിലും കുറെ പേർക്ക് വെറുതെ കൊടുക്കണം, അപ്പുറത്തെ ചേട്ടനെ സഹായിക്കണം, 2 കാറ് വാങ്ങണം. പക്ഷെ ഒന്നും നടക്കില്ലെങ്കിൽ കൂടെ, പക്ഷെ അത് ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ നോക്കുന്നവരെ കാണാൻ നല്ല രസമുള്ള പരിപാടിയാണ്. അതെ, ഈ ലോട്ടറി ടിക്കറ്റ് നമ്മള് റിസൾട്ട് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വിചാരിക്കില്ലേ? അങ്ങനെ വിചാരിക്കാറുണ്ടോ നിങ്ങള്? ചിലപ്പോ നമ്മൾ ഈ ക്രിസ്മസ് ബമ്പറും വിഷു ബമ്പറൊക്കെ എടുക്കുമ്പോ ഉണ്ടല്ലോ, അവർക്ക് ഇതടിച്ച ഇന്നതൊക്കെ ചെയ്യണം, പിന്നെ കുറച്ച് കാശ് അവർക്ക് കൊടുക്കണം
അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. എല്ലാവരും ഏകദേശം ഒരുപോലെ തന്നെയാണല്ലേ? അതെ അതെ, എല്ലാവരും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഭയങ്കരമായിട്ട് അതായത് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതാണ്. അതായത് നമ്മളിപ്പോ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ നമ്മൾ ആകാൻ പറ്റും എന്ന് നമ്മുടെ മനസ്സിനെയാണല്ലോ നമ്മൾ എപ്പോഴും ബോധ്യപ്പെടുത്തേണ്ടത്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ അല്ല ബോധ്യപ്പെടുത്തേണ്ടത്, നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിയാലാണ് നമുക്ക് നേരായ മാർഗത്തിലൂടെ നമുക്കൊരു സക്സസ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡേ ഡ്രീം കാണുന്നത്. അപ്പൊ നമ്മളിങ്ങനെ സ്വപ്നം കാണുന്നു. ഇപ്പൊ അതെന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ജോലിയാകാം, വീടാകാം, കല്യാണമാകാം, അങ്ങനെ നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നതാകാം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് സ്വപ്നം കാണാം. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓരോരുത്തരുടെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണോ അതല്ലേ അവരെപ്പോഴും സ്വപ്നം കാണാം. അപ്പോ അതിനനുസരിച്ച് നമ്മൾ സ്വപ്നം കാണുന്നു, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യവും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ചിലപ്പോ ഈ ഒരു നിമിഷം ഇപ്പോ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം എഴുതുന്നു. പക്ഷെ ആ ജോലിയിൽ നമുക്കത് കിട്ടുന്നില്ല, എക്സാമിന് നമ്മൾ ഫെയിൽ ആകുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ ആ ഫെയിൽ ആകുന്ന ആ സാഹചര്യത്തിൽ തന്നെ നമ്മൾ സ്വപ്നം കാണുവാണ് അടുത്തൊരു സ്റ്റെപ്പ്, അല്ലെങ്കിൽ നാളെ ഞാൻ ഇതാകും, അല്ലെങ്കിൽ ഇന്ന് ഞാനായി എന്നുള്ളൊരു ആ സ്വപ്നം കണ്ടു കഴിഞ്ഞാല് പിന്നീട് നമ്മൾക്ക് അതിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാൻ തോന്നില്ല. അതായത് വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ആ സ്വപ്നത്തെ കുറിച്ച് ആലോചിക്കുകയും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ നമ്മൾ പകൽക്കിനാവ് കാണുന്നത് അതൊരു ഫാന്റസിയാണ്, സാങ്കല്പികം മാത്രമാണ്. അബ്ദുൽ കലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അറിയോ നിങ്ങൾക്ക്? ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ്, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുറച്ച് സമയമെങ്കിലും മാറ്റിവെക്കണം, അല്ലെങ്കിൽ അതിന് എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ സ്വപ്നം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരിക്കലും നമുക്ക് വെറുതെ ഇരുന്നു കൊണ്ട് ആരും നമുക്ക് ഒന്നും കൊണ്ടുതരില്ല. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരുമോ നമുക്ക്? ജോലി ആരെങ്കിലും വെറുതെ ഫ്രീ ആയിട്ട് തരുമോ? ഇല്ല 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 അല്ലെ? പണം ആരെങ്കിലും വെറുതെ ഫ്രീ ആയിട്ട് തരുമോ? ഒരിക്കലും ഇല്ല. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, എഫേർട്ട് എടുത്താൽ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു റിസൾട്ട് നമ്മൾക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇത്തരത്തില് പകൽക്കിനാവ് കണ്ടുകൊണ്ട്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നത് നമുക്ക് മനസ്സിനൊരു ആശ്വാസമാണ്. നമ്മുടെ മനസ്സിനെ സ്വയം സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. ഓക്കെ, ദെൻ ഇവിടെ താഴെ 2-3 കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഡിസൊല്യൂഷൻ, ഈഗോസെൻട്രിസം, റിയാക്ഷൻ. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് അവിടെ അത് നോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഈ 12 മാത്രം പഠിച്ചൊന്ന് പോയാൽ മതി കേട്ടോ. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ സഹിതം നോക്കി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തുടങ്ങി ഓരോരുത്തരോടായിട്ട് ചോദിക്കാം. എക്സാമ്പിൾ പറയാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ ആണോ? ചോദിക്കാലോ? എക്സാമ്പിൾ ചോദിക്കാലോ? ഓക്കെ, കോമ്പൻസേഷൻ. അമൃത, പ്രജി ഒരു എക്സാമ്പിൾ പറയാമോ? കോമ്പൻസേഷൻ. ഓക്കെ മാം. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് സ്പോർട്സിൽ ഒട്ടൊരു കഴിവില്ലാത്ത ആളാണ് ഞാൻ. അപ്പൊ എല്ലാവരും സ്പോർട്സിലൊക്കെ ഇങ്ങനെ ആ സമയത്തൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വിന്നാകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്. അപ്പോൾ എനിക്ക് കവിത എഴുതാനും കഥ എഴുതാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോൾ അപ്പൊ അതിലൊക്കെ ഞാൻ നിൽക്കും. അപ്പൊ അതിലൊക്കെ വിന്നാവാറുണ്ട്. അപ്പോൾ ആ സ്പോർട്സിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കവിതാരചന ഒക്കെ വരുമ്പോൾ വിന്നാവുമ്പോൾ അപ്പൊ എനിക്ക് സന്തോഷമാവും. ആ മേഖലയിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവിടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. Then racialization, റീജ, പങ്കജ്. നമുക്ക് ഒരു കാരണം കൊണ്ട് ഒരു സംഭവം നഷ്ടപ്പെട്ടിട്ട് ആ നഷ്ടപ്പെട്ടത് മറ്റൊരു കാരണം കാണിച്ച് രക്ഷപ്പെടുന്നത്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതെനിക്ക് നഷ്ടപ്പെട്ടു, പക്ഷെ അത് ഈ ഒരു കാരണം കൊണ്ടാണ് എനിക്കത് നഷ്ടപ്പെട്ടത്, അല്ലാതെ ഞാൻ കാരണമല്ല. ആ കാരണമാണ്
അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നത്. Then Meghna Santosh, projection. അതാ മിസ് ക്ലെയിമിങ് സമ്മൺ എൽസ് ഇൻ ജെലസി ഓർ പിന്നെ ഇൻസെക്യൂർ ചെയ്യാ പിന്നെ എക്സ്പീരിയൻസ് നമ്മൾ ദോസ് എമോഷൻ നമ്മളെ തന്നെ യുവർ സെൽഫ് തന്നെ. Then identification. Fatima Marjina. എന്താ ഫാത്തിമ ഉണ്ടോ ഐഡന്റിഫിക്കേഷൻ? ഉണ്ട് മാം, പക്ഷെ അതിന് എക്സാമ്പിൾ പറയാൻ അറിയൂല. അറിയില്ലേ? കേട്ടിട്ടില്ല. ഒരു ക്ലാസ്സും കേട്ടിട്ടില്ല? ഇല്ല, അത് കേട്ടിട്ടില്ല. ഫസ്റ്റ് തുടക്കത്തില് അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഡിഫൻസ് മെക്കാനിസം തുടങ്ങുമ്പോൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാൻ പറയട്ടെ. നമുക്ക് വിജയിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്ത് വിജയിക്കുമ്പോൾ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി അത് നമ്മുടെ വിജയമാണെന്ന് നമ്മൾ വിചാരിച്ച് നമ്മുടെ മനസ്സിന് ആശ്വാസം കണ്ടെത്തുന്ന ഒരു മെക്കാനിസമാണത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരു ഡാൻസിൽ വിന്നറാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നോർത്തല്ല, അയാൾക്കത് ചെയ്യാൻ പറ്റിയല്ലോ, അതെൻ്റെ വിജയമായിട്ട് കണക്കാക്കി ഞാൻ അതിൽ ആശ്വാസം കണ്ടെത്തുന്നു. Then fifth one, substitution Roshni, substitution. ഓക്കെ മാം. നമ്മുടെ ആഗ്രഹം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു, അതല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ആഗ്രഹം ഞാനാണെങ്കിൽ മറ്റേ ഐഡന്റിഫിക്കേഷൻ പറഞ്ഞാൽ മതി. ഇത് ഞാൻ അങ്ങനെ ത്യജിച്ചിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ശ്രദ്ധിക്കാഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞോട്ടെ മാം. മറ്റുള്ളവരുടെ വിജയം നമ്മുടേതാക്കുന്നു. എനിക്കാണെങ്കിൽ പാട്ട് പാടാനായിട്ട് ഒട്ടും കഴിവില്ല, പാട്ട് പാടാനും വരയ്ക്കാനും. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ നല്ലപോലെ പാട്ടും പാടും വരയ്ക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ എൻ്റെ റെക്കോർഡെല്ലാം ഹസ്ബൻഡിനെ കൊണ്ട് വരപ്പിച്ച് അത് വിജയം കണ്ടെത്തുന്നു. പിന്നെ പാട്ട് പള്ളിയിലെ കൊയറിലൊക്കെ ചേർത്ത് നല്ലപോലെ പാടുമ്പോൾ എനിക്ക് പാടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിലൊരു വിജയം കണ്ടെത്തുന്നു. അടുത്തത് സപ്ലിമേഷൻ ജീന വർഗീസ്. സപ്ലിമേഷൻ ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ആശ്രയിക്കുന്ന അല്ലേ? പിന്നെ നമ്മൾ കുട്ടികളില്ലാത്ത പേരൻസ്, മിസ് തന്നെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. അവർ അനാഥാലയങ്ങളിൽ പോയി അവിടെയുള്ളവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നു. അതൊരു റിപ്രഷൻ ആരാ പറയാ? റിപ്രഷൻ ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞോളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഫോണിൽ എടുത്തതാ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയോ? ലാപ്ടോപ്പിൽ ഏതെന്തോ അപ്ഡേറ്റ് എടുക്കുവായിരുന്നു, അതാണ് അങ്ങനെ കേൾക്കാൻ പറ്റാണ്ടത്. ഓക്കെ, സാരില്ല. റിപ്രഷൻ എന്താണ്? റിപ്രഷൻ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം ബോധത്തോടെ ചെയ്യുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാമോ റിപ്രഷന്? നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്താ പഠിക്കുന്നതിനാണെങ്കിലോ അതേപോലെ എന്തെങ്കിലും ഒരു ചെറിയ വർക്ക് നമ്മൾ അതിലൂടെ ഒരു ഉറച്ച വിശ്വാസത്തിലൂടെ ചെയ്യുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ആണോ? അങ്ങനെയാണോ റീജ്? അങ്ങനെയാണോ റിപ്രഷൻ? അല്ല മാം, ഞാൻ പറയാം. പറഞ്ഞോ, റിപ്രഷൻ എന്താണെന്ന് പറഞ്ഞോളൂ. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അത് അപബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടം ഉണ്ടാകുന്നു, നമ്മുടെ സുഹൃത്ത് മരിക്കുന്നത് കണ്ടു, അത് പിന്നീട് നമ്മൾ ആ ഓർമ്മ കുഴിച്ചു മൂടി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. അടുത്തത് റിഗ്രഷൻ. റിഗ്രഷൻ എന്താണ്? ഞാൻ പറയാം മാം. നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടികളെ പോലെ പെരുമാറുന്നു. അപ്പൊ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് റിഗ്രഷൻ എന്ന് പറയുന്നത്.
അതായത് ഒരു വ്യക്തിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ അത് കിട്ടണില്ല. അപ്പോൾ നമ്മൾ മുൻപത്തെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ പഴയതുപോലെ ആകാനായിട്ട് ശ്രമിക്കുന്നു. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞോട്ടെ. വീട്ടിലൊരു കുട്ടിക്ക് 10 വയസ്സാണ് മൂത്ത ആൾക്കെന്ന് വിചാരിക്കുക. ഇളയ കുട്ടി കുറെ കഴിഞ്ഞുണ്ടായി, ഇളയ കുട്ടിക്ക് 1 വയസ്സുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ മൂത്ത കുട്ടിക്ക് നമ്മളവരെ കൂടുതലും കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുമ്പോൾ, നമ്മൾ ഇളയ കുട്ടിയാണ് കൂടുതൽ കെയർ ചെയ്യണമെന്ന് കാണുമ്പോൾ അവര് ഈ ഇളയ കുട്ടിയെ പോലെ പെരുമാറാനായിട്ട് ശ്രമിക്കുന്നു, നഖം കടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് അസൈൻമെന്റ് തന്നിട്ടില്ലല്ലോ? അസൈൻമെന്റ് തന്നായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല മാം, തന്നിട്ടില്ല. അസൈൻമെന്റ് തരാം. ഡിഫൻസ് മെക്കാനിസം, ഓരോ ഡിഫൻസ് മെക്കാനിസത്തിനും ഓരോ എക്സാമ്പിൾ വീതം എഴുതുക. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഞാൻ ടോപ്പിക്ക് കൊടുത്തേക്കാം കേട്ടോ. ടോപ്പിക്ക് ചിലപ്പോ ഇന്ന് അല്ലെങ്കിൽ തിങ്കളാഴ്ച, ഈ ദിവസങ്ങളിലായിട്ടായിരിക്കും കൊടുക്കുക. അപ്പോ അത് ഒന്ന് സബ്മിറ്റ് ചെയ്യുക. ഈ ബുധനാഴ്ച സബ്മിറ്റ് ചെയ്യേണ്ട, ഒരാഴ്ച തരാം. നെക്സ്റ്റ് വെനസ്ഡേ, അതായത് വരാൻ പോകുന്ന വെനസ്ഡേ അല്ല, അതിന്റെ നെക്സ്റ്റ് വെനസ്ഡേ, ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന് ഡെഫിനിഷൻ എഴുതണോ മാം? ഡെഫിനിഷൻ എഴുതണം. ഡെഫിനിഷൻ എഴുതിക്കോളൂ. എന്നിട്ട് ഓരോന്നിനും ഓരോ എക്സാമ്പിൾ എഴുതിയാൽ മതി. ഇപ്പൊ റിഗ്രഷൻ എന്താണെന്ന് എഴുതിയിട്ട് അതിന് എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി. അതിനെ കുറിച്ച് എഴുതണ്ട, റിഗ്രഷൻ എന്താണെന്ന് എഴുതണ്ട കേട്ടോ. മാം, ഇത് അസൈൻമെന്റ് ബുക്കിലാണ് ചെയ്യണ്ടേ? അസൈൻമെന്റ് ബുക്ക് നിങ്ങൾ എങ്ങനെയാണ് അസൈൻമെന്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ്. അത് മതി. ഒരു അസൈൻമെന്റ് ബുക്ക് ഉള്ളു മാം. എല്ലാ ടീച്ചേഴ്സിനും ഒരു അസൈൻമെന്റ് ബുക്കിൽ എഴുതാവും മാം. ഒരു അസൈൻമെന്റ് ബുക്ക് ഉള്ളു എനിക്ക്. മതി. അത് നിങ്ങള് ഇപ്പോ ഇവിടെ പ്രാക്ടിക്കലൊക്കെ വരുവാണെങ്കിൽ അസൈൻമെന്റ് ബുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഏത് ടീച്ചേഴ്സിന്റെ ആണോ അവരെ കാണിച്ച് നിങ്ങൾക്ക് സൈൻ മേടിക്കാവുന്നതാണ് കേട്ടോ. ഒരു ബുക്കിലായാലും ഡിഫറെന്റ് ബുക്കിൽ എഴുതുന്നവരുണ്ട്, ഒരു ബുക്കിൽ എഴുതുന്നവരുണ്ട്. ഒരു ബുക്കിലായാലും എഴുതിയാൽ മതി, കുഴപ്പമില്ല. വേറെ ടോപ്പിക് ആയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ചെയ്ത് ഫിനിഷ് ആക്കുവല്ലേ ചെയ്യുന്നത്, അതിന്റെ ബാക്കി വെക്കുന്നില്ലല്ലോ. ടീച്ചർമാരുടെ പേര് എഴുതിയാൽ മതിയല്ലേ മാം? മതി. പേര് എഴുതണം കേട്ടോ. പേര് എഴുതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല ആരാ തന്നേന്ന്. അപ്പൊ പേര് എഴുതി വെക്കുക സൈഡിൽ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരാണ്? ഞാനാണ് മാം. Good morning, Ashwati ma'am. Good morning, all. First of all, thank you so much, Ashwati ma'am, for this class. Today we discussed about defense mechanism, and a few of us shared their experience, and we learned a lot of things about defense mechanism. And I wish to sign out this class with a rhyme. Come, little children, come to me. I will teach you ABC. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. X, Y, Z, sugar on the bread. If you don't like it, better go to bed. Next day morning, come to me, and I will teach you ABC. Thank you ma'am. Okay, thank you. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം.